ദേ ഇതുപോലെ കൊല കൊലയായിട്ട് ധാരാളം അതും വെറൈറ്റി റോസ് ഉണ്ടാവാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതേ നമ്മുടെ റോസ് കണ്ടു, ധാരാളമായിട്ട് പൂക്കളുണ്ട്, മൊട്ടുകളുണ്ട്. ഇനി ഇതിന്റെ ചുവട് വശം കണ്ടോ? നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാം, ഒരുപാട് കാലമായിട്ടുള്ള റോസ് ആണല്ലോ അല്ലെ ഇത്. ഇതിന്റെ ചുവട്ടില് നിങ്ങൾക്ക് അതിന്റെ കളഭാഗമൊക്കെ നല്ല കട്ടിയായിട്ട്, ഇതൊക്കെ നല്ല മൂത്തിട്ടുള്ള നല്ല റോസാണ്. ഇത്രയും വർഷമായിട്ടുള്ള റോസും ഇതുപോലെ ധാരാളമായിട്ട് പൂത്തു നിൽക്കുന്നു അല്ലെ. നഴ്സറികളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. അപ്പോ ഇതുപോലെ നഴ്സറി റോസ് നിങ്ങളുടെ വീട്ടിലും ധാരാളമായിട്ട് പൂത്ത് നിൽക്കാനും കുരുടിപ്പ് മാറാനും ഉള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പൊ ഇപ്പൊ ഈ ഒരു മാസത്തില് നമ്മുടെ റോസ് പോലെയുള്ള പൂക്കൾക്ക് കുരുടിപ്പ് വരും, അതുപോലെ ഇലകളൊക്കെ കൊഴിയും, അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ ഡിസംബർ മാസം, ജനുവരി മാസമൊക്കെ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ റോസ് ഉണ്ടാവാനും നമ്മുടെ റോസിന് നഴ്സറിക്കാർക്ക് കൊടുക്കുന്ന പ്രത്യേക വളം. അപ്പൊ നമ്മള് നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ നോക്കിച്ചിരിക്കുന്ന റോസുകളെ കാണാൻ നമ്മളത് വാങ്ങിക്കൊണ്ടുവരും ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു ട്രിപ്പ് ഉണ്ടാവും, പിന്നെ അത് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിലും നഴ്സറിയിൽ ഉള്ളതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ധാരാളമായിട്ട് മഞ്ഞുണ്ടാവും. അപ്പൊ വൈകുന്നേരങ്ങളിൽ ഇതിന്റെ ഇലകളിലൊക്കെ മഞ്ഞ് തുള്ളികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ മഞ്ഞ് തുള്ളികളെ ഇലയിൽ ഉണ്ടാവുന്ന സമയത്ത് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഇലകളില് മഞ്ഞ നിറം വരും, കുത്തുകൾ വരും, ഫംഗൽ ഇൻഫെക്ഷൻ വരും. പക്ഷെ നമ്മുടെ റോസ് നോക്കി നല്ല ഉഷാറായിട്ട് നിൽക്കണം, ഒരു ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല പച്ചപ്പോടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ മാസം ഇതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്തത് കൊണ്ടാണ് കേട്ടോ, നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മഞ്ഞ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കാലത്ത് നേരത്തെ നമ്മൾ ഇതിനെ ഒന്ന് നനയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും മഞ്ഞോണ്ട് വെള്ളം ഇതുമുണ്ട് പിന്നെന്താ, പക്ഷെ മഞ്ഞിന്റെ വെള്ളം ഇതിലെ തങ്ങി നിൽക്കുന്നത് മൂലം എന്ത് സംഭവിക്കും? ഈ വെയിൽ ഉദിക്കുമ്പോ ഇതിലെ എന്താ പറയാ, ഇതിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഇതിലെ ഓൾറെഡി വെള്ളം ഉണ്ടാവും, ചെറിയൊരു വെയിലടിക്കുന്ന സമയത്ത് ഇതിനൊരു ചീച്ചിൽ പോലെ ഉണ്ടാവും. നമ്മള് ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല, അതുപോലെ തന്നെ ഇതിൽ സംഭവിക്കും. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഈ സമയത്ത് നനയ്ക്കരുത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഡിസംബർ മാസത്തിലെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നനയ്ക്കാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ നനച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യം ചെറുപ്പത്തിലല്ലേ അല്ലെ, അതായത് സൂര്യപ്രകാശത്തില് ഇലകളില് അതെ ഭക്ഷണം പാചകം ചെയ്യും എന്നൊക്കെ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കറക്റ്റാണ് നമ്മൾ പഠിച്ചതൊക്കെ. അപ്പൊ ഈ വൈകുന്നേരങ്ങളിൽ ഇതിന് വെള്ളം കിട്ടിക്കഴിഞ്ഞാല് ഇതിനെ ഭക്ഷണം ഒന്നും പാകം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ സൂര്യപ്രകാശത്തിലാണ് അത് നടക്കുക. അപ്പൊ വൈകുന്നേരങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കുന്നത് വേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് മഞ്ഞും കൂടെ ആവുന്ന സമയത്ത് ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ഈ ഇലകളൊക്കെ മഞ്ഞളിക്കാനും കറുത്ത കുത്തു വരാനും ഇതൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പാണ് നമ്മൾ പറയുന്നത്. ഈ ഡിസംബർ ജനുവരി അതായത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളില് ഒരു കാരണവശാലും വൈകുന്നേരം റോസ് നനയ്ക്കാൻ പാടില്ല. അതുപോലെ കാലത്ത് നേരത്തെ ഇതിന്റെ മേലെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ ആ മഞ്ഞ് വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പൊ ആ മഞ്ഞുവെള്ളം തങ്ങി നിൽക്കില്ല, മഞ്ഞുവെള്ളം മാത്രമാണ് ഇതിൽ തങ്ങി നിൽക്കുക. നമ്മള് നോർമൽ വാട്ടർ ഒന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാല് പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ നനഞ്ഞ അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും വളങ്ങൾ, ഇപ്പം റോസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. എപ്സം സോൾട്ട് എല്ലാവർക്കും അറിയാം, മാഗ്നീഷ്യം സൾഫേറ്റ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര തോൽക്കും അല്ലെ, അതിനേക്കാളും ഭംഗിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ റോസിന് ഏറ്റവും ബെസ്റ്റ് ആണ്, നമ്മുടെ റോസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് എണിച്ചിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 3/4 സ്പൂണ് നമ്മൾ എപ്സം സോൾട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. ഇലമയ്ക്കൊക്കെ നന്നായിട്ട് അങ്ങ്
ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മഞ്ഞ് പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പക്ഷെ എല്ലാ ദിവസവും നമുക്ക് പറ്റില്ല കേട്ടോ. പിന്നെ പിറ്റത്തെ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ മഞ്ഞുള്ള ദിവസം ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുത്താലും മതി. അപ്പൊ പിന്നെ ഇതില് ധാരാളം പൂവിടാനും മൊട്ടിടാനും ഏറ്റവും ബെസ്റ്റ് ആണ് ഈ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞല്ലോ അല്ലെ. ഈ എപ്സം സോൾട്ട് നമുക്ക് ഇതിന്റെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ മണ്ണിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഇവിടെ ഈ ഭാഗങ്ങളിലുള്ള മണ്ണൊക്കെ ഒന്ന് നന്നാക്കി ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് എപ്സം സോൾട്ട് നന്നായിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇതിന്റെ മേലെ തെളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ മൊട്ട് ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ മൊട്ടുകൾ വികൃതമാവാന്ന് പറയും. അതായത് ശരിക്കും നോർമൽ മൊട്ടല്ലാതെ ആ മൊട്ട് ഇങ്ങനെ പകുതിയായിട്ട് വിരിഞ്ഞു നിൽക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ധാരാളം പൂവും മൊട്ടും ഉണ്ടാവാനായിട്ട് ഈ എപ്സം സോൾട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ടും പൂച്ചെടികൾ ഉള്ളവര്, അതുപോലെ പച്ചക്കറികൾ, നമ്മുടെ തക്കാളിക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണിത്, എപ്സം സോൾട്ട് വാങ്ങി വെക്കാനായിട്ട് മറക്കരുത്. എപ്സം സോൾട്ട് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വില വരുന്നത്, പക്ഷെ നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് നമ്മുടെ PRS നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ എപ്സം സോൾട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വരും. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വളമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വളങ്ങളും തരാൻ പറ്റും. പ്രത്യേകിച്ച് എപ്സം സോൾട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ പരിധി അല്ലെങ്കിൽ വേറെ എവിടെയോ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. എപ്സം സോൾട്ട് വളരെ വില കുറവില് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു മാസം റോസിന് വരുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം പറഞ്ഞു. പിന്നെ നമ്മൾ റോസിനെ നോക്കണ സമയത്ത് അതിന്റെ ഇലകളൊക്കെ എന്തെങ്കിലുമൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേടായിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മളൊന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ ഇലകളില് ഇത്തിരി ഇതാവണ സമയത്ത് ഇലകളൊക്കെ കേടായി പോകും. അപ്പൊ ആ ഇലകളൊക്കെ നമ്മൾ മാറ്റിക്കളയാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഒരു മാസത്തില് നമ്മൾ ഇതിന് നല്ലൊരു വളപ്രയോഗം നടത്തണം. എല്ലാ ചെടികൾക്കും നമ്മൾ ഈ ഒരു മാസത്തില് നല്ലൊരു വളപ്രയോഗം നടത്തണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി മാറ്റി വേണം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഇളക്കി മാറ്റുന്ന സമയത്ത് നമ്മളിപ്പോ ഇതിലിതേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ കണ്ടുവോ, നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇതേ പഴയ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിക്കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇത് കൊഴിഞ്ഞു കിടക്കുന്നത് എന്തെങ്കിലും കീടബാധ മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടങ്ങൾ ഇതിൽ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പൊ അതൊരു കാരണവശാലും നമ്മുടെ ഈ ചെടികളെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതിൽ കിടക്കുന്ന ഇലയല്ലേ നല്ലതല്ലേ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിൽ വീണ് കിടക്കുന്ന ഇലകള് നമ്മൾ കയ്യോടെ ആദ്യം പറിച്ചു കളയണം. അതിനുശേഷം ഇതിൽ വല്ല പുല്ലുകളോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറിച്ചു കളയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഇതിപ്പോ നമ്മൾ ഒരുപാട് ഇതായതുകൊണ്ട് നമ്മുടെ റോസിന്റെ മണ്ണൊക്കെ ഏകദേശം ഇതിന്റെ കണ്ടു ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. നമുക്കിനി അധികം മണ്ണോ വളങ്ങളോ ഇതിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് കണ്ടു, ഈ റോസ് ഇത് ബഡ് റോസാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഇതിന്റെ കണ്ടു ഇത്ര വർഷമായിട്ടാണെങ്കിലും ഇതിന്റെ ബഡ് കണ്ടു. ഇവിടെ ഒരു വള്ളി പോലെ, ഞാൻ വേറെ ഏതെങ്കിലും ഇതിൽ കാണിച്ചു തരാം. അതിൽ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ റോസ് വാങ്ങണ സമയത്ത് ഇതുപോലെ ഇവിടെ ഒരു ഇത് കാണും നിങ്ങൾക്ക്, ബഡ് ചെയ്തിട്ടുള്ള വള്ളി. ഇത് കണ്ടു, ഇതിങ്ങനത്തെ ഒരു വള്ളി കാണും. ആ വള്ളിയുടെ താഴെ വെച്ച് വേണം നിങ്ങൾ എപ്പോഴും മണ്ണിടാനായിട്ട്. ഇതിന്റെ മേലെ ഒരു കാരണവശാലും മണ്ണിടരുത്. ഇപ്പൊ ഇത്രയായിട്ടും നമ്മൾ കണ്ടു ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കണ. ഇതിന്റെ താഴെ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിന്ന് ഇതിന്റെ ഈ ഒരു കമ്പ് കാട്ട് റോസ് പറയും നമ്മൾ, അതാണ് ശരിക്കും. നോർമലി അതിൽ പൂവൊന്നും ഉണ്ടാവില്ല. അതിൽ ഇത് ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവണത്. അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിന്റെ താഴെ കണ്ടു വേണം നിങ്ങൾ എപ്പോഴും ഇത് ആക്കാനായിട്ട് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഇത്രേതായിട്ടും ഇത് കണ്ടു. ഇത് അപ്പൊ ഇതില് നമുക്ക് മണ്ണിടാനായിട്ടോ അല്ലെങ്കിൽ വളങ്ങളാക്കാനോ പറ്റില്ല. കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ മേലേന്ന് ഒരു ലെയറ് മണ്ണെടുത്തിട്ട് അതിൽ വേണം നിങ്ങൾ വളപ്രയോഗം നടത്തുക. ഒരുപാട് പേർക്കുള്ള വലിയൊരു പ്രശ്നമാണ് ഇതില്. ഈ ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെന്നുണ്ടെങ്കിലും ഡ്രമ്മിലാണെങ്കിലും ഈ പൂക്കളോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സോ പച്ചക്കറി തൈകളോ നടുന്ന സമയത്ത് ഇതിങ്ങനെ നിറഞ്ഞു പോയി എന്ന് പറയുന്നത്. അപ്പൊ അത് നിറഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിന്റെ മേലെ നിന്ന് നമ്മൾ ഒരു ലെയർ അങ്ങോട്ട് മണ്ണെടുത്ത് മാറ്റണം.
അപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ടാവും. അത് പൊട്ടും, പക്ഷെ പ്രശ്നമില്ല, പുതിയ വേരുകൾ വരും. പുതിയ വേരുകൾ വരുന്നതിനനുസരിച്ച് അത് നല്ല രീതിക്ക് തന്നെ വളരാനായിട്ട് സാധിക്കും. ഈ മണ്ണ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഈ മണ്ണിൽ വേണം നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാനായിട്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ദേ നമ്മൾ അങ്ങനെ ഇതിന്റെ മേലേന്ന് ഇതേ മണ്ണുകള് എടുത്തു മാറ്റി. അപ്പൊ ഇത്രയും മണ്ണ് നമുക്ക് കിട്ടി. ഈ ഒരു മണ്ണിലോട്ടാണ് നമ്മൾ ഇനി ഇതിന്റെ വളങ്ങളൊക്കെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യണത്. അപ്പൊ നമ്മളിവിടെ വളങ്ങള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇതില് ആട്ടുംകാഷ്ടവും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ചകിരി കമ്പോസ്റ്റും റോക്ക് ഫോസ്ഫേറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടുള്ളത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നന്നായി ഇളക്കി അതിലത്തെ മണ്ണൊക്കെ എടുത്ത് നമ്മളിതേ വളം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമിക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഹ്യൂമിക് നിങ്ങൾക്ക് ലിക്വിഡ് ആയിട്ടും കിട്ടും, ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങാനും കിട്ടും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഹ്യൂമിക് ഇട്ട് കൊടുക്കുന്നത് മൂലം വേരുകൾക്ക് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതില് നമുക്ക് കാർബൺ നിലനിർത്താനും അതുപോലെ തന്നെ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനും ഹ്യൂമിക് നല്ലതാണ്. അപ്പൊ ഹ്യൂമിക് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറിലുള്ള വെള്ളമായിട്ട് മാറും. അത് നമ്മൾ ഈ ചെടിക്ക് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാൻ വളരെ നല്ലതാണ്, അതുപോലെ കാർബൺ നിലനിർത്താനും. അപ്പൊ നമ്മളിതേ ഹ്യൂമിക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിങ്ങനെ വളപ്രയോഗം നടത്തി ഇതിൽ ഏത് സമയത്തും ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് DAP കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വില കുറവിലാണ് എല്ലാ സാധനങ്ങളും അയച്ചു തരുന്നത്. അപ്പോൾ എല്ലാ പൂച്ചെടികൾക്കും വളരെ നല്ലതാണ് ഈ DAP. അപ്പൊ അത് നമ്മൾ 2-3 മണി അങ്ങ് ഇതിലിട്ട് കൊടുത്താൽ ഏത് സമയത്തും ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുരുടിപ്പും ഒന്നുമില്ലാതെ എല്ലാ സമയത്തും ധാരാളമായിട്ട് പൂക്കാനും ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ DAP പോലെയുള്ള എല്ലാ വളങ്ങളും കിട്ടാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.